പ്രേക്ഷകർക്കും ആർ ഓഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു 5.1 ആംപ്ലിഫയർ ആണ്. നല്ലൊരു ഹെവി ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിൽ ചെയ്ത ഒരു 5.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ആസ് യൂഷ്വൽ അടിയിൽ മാറ്റ് ബ്ലാക്കും പിന്നെ സ്മോക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. ബാക്ക് ഷീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് റെഡ് ഷീറ്റാണ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് 100 വാട്ട് പെർ ചാനൽ ഉപയോഗിക്കുന്ന രീതിയിൽ ശക്തിയുടെ ഫെറ്റ് ബോർഡാണ്, 5 ചാനൽ ബോർഡ്. പിന്നെ നമ്മൾ ഈ സബിൻ്റെ ബോർഡ് ഇത് തന്നെ 52001943 കോമ്പിനേഷനുള്ള ബോർഡാണ്. അത് നമ്മുടെ ഓൺ ബോർഡാണ്, നമ്മൾ PCB ചെയ്യുന്ന ബോർഡാണ്. പിന്നെ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മുടെ തന്നെ ആർഒഡിയോസിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ FT003 അതിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് റിമോട്ട് കിറ്റായിട്ട്. അപ്പോൾ 200 വാട്ട് സബിന് കിട്ടും. പിന്നെ നമ്മൾ ഇതിൽ എടുത്ത് പറയാൻ വേണ്ടി ഉള്ളത് നമ്മുടെ ട്രാൻസ്ഫോമറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമറാണ്. 16 ആംപിയർ പക്ക കിട്ടുന്ന തരത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് വൈൻഡ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ജുൻസിലിൻ്റെ കപ്പാസിറ്റേഴ്സാണ്. 10,000 മൈക്രോഫാരഡ് 63 വോൾട്ട് 2 എണ്ണം. പിന്നെ മെറ്റൽ ഡയോഡ് ഉപയോഗിച്ചിട്ടുണ്ട്, 35 ആംപിയർ മെറ്റൽ ഡയോഡ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ബനാന സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കർ ഔട്ടിന്. പിന്നെ റിമോട്ട് കിറ്റിൽ നിന്നുള്ളൊരു 2 ഓക്സ് ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയറിങ് നമ്മൾ നോർമൽ എന്താ പറയുക നേക്ഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് കാലിക്കറ്റിലേക്ക് അയക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സർവീസും ഈസി ആക്കത്തക്ക രീതിയിലാണ് നമ്മൾ ടാഗ് അടിച്ച് മാത്രമാണ് നമ്മൾ കേബിൾസ് അതിൽ സ്ലീവ്സോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, അത് സർവീസബിൾ ഈസി ആക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാണുന്ന ഭംഗിയിലുപരി നമുക്ക് എന്തെങ്കിലും സർവീസബിൾ ഈസി ആക്കാനുള്ള ഇതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് വയർ എക്സ്ട്രയും നമ്മൾ വിട്ടിട്ടുണ്ട്. കാരണം അറ്റപ്പറ്റ വെച്ച് കഴിഞ്ഞാൽ അത് ബോർഡുകൾ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ആംപ്ലിഫയർ ഇപ്പോൾ ഓണാണ്. പിൻ ഡ്രോപ്പ് സൈലൻസാണ് ആംപ്ലിഫയർ, ഒരൊറ്റ സിംഗിൾ ഹമ്മിങ് ഇല്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എല്ലാ ആംപ്ലിഫയേഴ്സും നമ്മൾ ഹമ്മിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറെ അധികം വിശദീകരിക്കാനൊന്നുമില്ല. ഈ ട്രാൻസ്ഫോമറാണ് ഇത് മെയിൻ ഹൈലൈറ്റ്. നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ച ഒരു ട്രാൻസ്ഫോമറാണ്. അതിൽ 27/27 16 ആംപിയർ 12/12 ടാപ്പിംഗ് 2 എണ്ണം ഉണ്ട്. അതിൽ 2 ആംപിയർ വെച്ച് 2 ടാപ്പിംഗ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് ലുക്ക്. ഇത്രയും ഭംഗിയായി ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. ഹലോ, ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബനാന സോക്കറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ ഒരു 3 പിൻ UPSൻ്റെ സോക്കറ്റ്സ് ഇത് ആഡ് ചെയ്തിട്ട് ഒരു ഫ്യൂസ് ഹോൾഡർ ഉണ്ട്. പിന്നെ ബനാന സോക്കറ്റ്സ് എല്ലാത്തിനും ഗോൾഡ് പ്ലേറ്റഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് സെക്ഷൻ 2 ഇൻപുട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെല്ലാം മറ്റേ FT003യുടെ ഇൻപുട്ടാണ്. ഒരു ARC കോയാക്സിയൽ ഒപ്റ്റിക്കൽ. ഓക്കെ, ഇൻപുട്ട് സോഴ്സ് ബട്ടൺ ഉണ്ട്. നമുക്ക് റിമോട്ടിലും അത് നമുക്ക് മോഡുലേഷൻ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതാണ് ലിങ്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്യൂടെക്കിൻ്റെ കിറ്റായിട്ട്. ഓക്കെ, മെയിനായിട്ട് വേറെ ഒന്നും ഇതിൽ പറയാനില്ല. സ്പീക്കർ ബോർഡ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയാനുള്ള നമ്മുടെ ബോർഡെല്ലാം ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യാറുള്ളൂ. കാണാനൊരു ഭംഗിയാണ്, പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഡിസ്പ്ലേ ഉണ്ട്, സബ് വോളിയം എൻകോഡർ. പിന്നെ നമ്മൾ കൂളിംഗ് ഫാൻ 2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കൂളിംഗ് ഫാൻ ഉണ്ട്, 2ഉം ഇന്നറാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എയർ അടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോയിക്കോളും. ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നർ കാരണം വേറെ ഒന്നുമില്ല, ഇത്രയും ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഓഡിയോ ടെസ്റ്റും കൂടി ഒന്ന് നോക്കാം.